ആഗമ മീഡിയ അവതരിപ്പിക്കുന്ന ചരിത്രം സംസാരിക്കുന്നു എന്ന എപ്പിസോഡിലേക്ക് സഹൃദയരായ ശ്രോതാക്കൾക്ക് സ്വാഗതം. അമ്പട ഞാനേ എന്ന ഭാവത്തിൽ ജ്ഞാനത്തിന്റെ നിറകുടമായും സിനിമയുടെ അവസാന വാക്കായും സ്വയം വിശേഷിപ്പിക്കുന്ന സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ ഫിലിം കോൺക്ലേവിന്റെ അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഇത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ രൂഢമൂലമായിരുന്ന വരേണ്യ സവർണ മനോഭാവത്തിന്റെ പ്രതിഫലനവും അനുരണനവുമാണെന്ന് വ്യക്തമാണ്. ഇതുപോലെയൊരു സന്ദർഭത്തിൽ കോട്ടയത്ത് സ്ഥിതി ചെയ്യുന്ന KR നാരായണൻ സ്മാരക ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മറവിൽ അന്നത്തെ ഡയറക്ടറായിരുന്ന വ്യക്തി അധിക്ഷേപം നടത്തുകയും ഒപ്പം അധസ്ഥിതരെ തന്റെ അടുക്കളയിൽ പോലും പണി ചെയ്യുവാൻ അല്ലെങ്കിൽ കക്കൂസ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനും പോലും ഉപയോഗിച്ച സന്ദർഭമുണ്ടായപ്പോൾ ഈ വരേണ്യ സ്വഭാവത്തെ ശ്ലാഘിക്കുകയും പിന്തുണ ചെയ്യുകയും ചെയ്ത ഒരു സിനിമാ സംവിധായകനാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനായിരുന്ന അടൂർ ഗോപാലകൃഷ്ണൻ. അപ്പോൾ അദ്ദേഹത്തിൽ താൻ ഏതോ വലിയവനാണ് എന്ന ധാർഷ്ട്യം ഉള്ളതിന്റെ പ്രതിഫലനം നാം വീണ്ടും ഇവിടെ കാണുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ദലിതർ സിനിമ എടുക്കുന്നതിന് മുമ്പ് 3 മാസത്തെ നിഷ്ഠയോടുകൂടിയ തീവ്രമായ പരിശീലനത്തിൽ കൂടെ കടന്നു പോകണമെന്നാണ്. അത് ദലിതർക്ക് മാത്രം ബാധകമായ ഒന്നായിട്ടാണ് അദ്ദേഹം പറയുന്നത്. 2-3 വർഷമായിട്ട് നടക്കുന്ന ഒരു സംവിധാനമാണല്ലോ KSFDC. ഇതിനു മുമ്പ് തന്നെ 48 വർഷത്തിന് മുമ്പ് കേന്ദ്രത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു നിയമം വേണമെന്നോ സംവിധാനം വേണമെന്നോ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഇവിടെ മാത്രം അത് വേണമെന്ന് നിഷ്ഠ പുലർത്തുന്നത് അദ്ദേഹത്തിന്റെ ഈ ജാതി ഭ്രാന്തിന്റെ ലക്ഷണമാണെന്ന് തീർത്തു പറയുവാൻ കഴിയും. വെള്ളത്തിൽ കലർത്തിയ വിഷം പോലെയാണ് മനുഷ്യന്റെ ഇടയിൽ അല്ലെങ്കിൽ കേരളീയരുടെ ഇടയിൽ, വിശേഷാൽ ഇന്ത്യയിൽ മൊത്തത്തിലും ജാതീയ സ്വഭാവം നിലനിൽക്കുന്നത്, അതിൽ അന്തർലീനമായിരിക്കുന്നത്. അത് എല്ലാ വിധത്തിലുള്ള ആളുകളിൽ ഉണ്ടെന്ന് ഞങ്ങളെ പോലുള്ളവർ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഇതിൽ ഒരു വിഭാഗം ആളുകൾ തങ്ങൾക്ക് മാത്രം കലയും സാഹിത്യവും മതിയെന്ന് ചിന്തിക്കുന്നവരാണ്. ഒരു കാലത്ത് സാഹിത്യം ഉപയോഗിക്കാൻ പോലും കഴിയാതിരുന്ന, അല്ലെങ്കിൽ അക്ഷരം പോലും വായിക്കാൻ അനുവാദമില്ലായിരുന്ന ഒരു ജനതയിൽ നിന്നാണ് ഇന്ന് എത്രയോ കലാകാരന്മാർ, സാഹിത്യകാരന്മാർ, രാഷ്ട്രീയ പ്രമുഖർ ഉണ്ടായി വരുന്നത്. അത് ഈ ഒരു വരേണ്യവർഗത്തിന് അസഹനീയമായിരിക്കുന്ന കാര്യമായി തീർന്നിരിക്കുകയാണ്. ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. അവർ പണ്ടത്തതുപോലെ പാടശേഖരങ്ങളിൽ പണിയെടുത്തും കൂലിപ്പണി ചെയ്തും ഒക്കെ അവരുടെ അടിമയായി കഴിയണമെന്ന മനോഭാവമാണ് ഇപ്പോഴും ഉള്ളത്. എന്താണ് കാരണം? തങ്ങൾ ഉന്നത കുലജാതന്മാരത്രേ സവർണർ. വാസ്തവത്തിൽ സവർണർ എന്ന് പറയുവാൻ ഈ അടൂറിന് പോലും യോഗ്യതയില്ല. അടൂർ ഏതോ ഉണ്ണിത്താൻ എന്ന് പറഞ്ഞ ഒരു വർഗത്തിൽപ്പെട്ട ആളാണ്, ഒരു നായർ വ്യക്തി. നായരൊന്നും വരേണ്യനല്ല. അവരെ സവർണനായി കണക്കാക്കാനാവില്ല. ബ്രാഹ്മണരുടെ പിണിയാളുകളായി പ്രവർത്തിച്ച് ബ്രാഹ്മണർക്ക് വേണ്ടി തൊഴിൽ ചെയ്തും അവരുടെ വസ്തുവകൾ സംരക്ഷിച്ചും
അവരുടെ സംരക്ഷകരായും അല്ലെ പട്ടാളക്കാരായും മറ്റും സേവനമനുഷ്ഠിച്ചതുകൊണ്ട് അവർക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങളും അധികാരങ്ങളും വിനിയോഗിക്കാൻ കഴിഞ്ഞു എന്നത് ശരി തന്നെ. അതുകൊണ്ട് ഒരു വരേണ്യവർഗമല്ല. പക്ഷേ ഇവരുടെയൊക്കെ ഹൃദയത്തിൽ ഈ മാടമ്പിത്തരം രൂഢമൂലമായി കുടികൊള്ളുകയാണ്. തങ്ങൾ വലിയവരാണ്, മറ്റുള്ളവരൊക്കെ ചെറിയവരാണ്. ഇത് തികച്ചും ഹീനമായ സമീപനമാണ്. മാനവികതയ്ക്കെതിരെ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ഒരു സ്വഭാവ സവിശേഷത. അത് മാറാത്ത കാലത്തോളം മനുഷ്യൻ നന്നാകുകയില്ല, കേരളീയൻ നന്നാകുകയില്ല. ഇവിടത്തെ ചില മാടമ്പിമാർ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. PG മോഹൻദാസ്, അദ്ദേഹം മുഴുവനും വർഗീയത വിഷം പൂണ്ട ഒരു മനുഷ്യനാണ്. അത് ശരിയാണെന്ന് ന്യായീകരിക്കുന്നുണ്ട്. സിനിമാ സംവിധായകനായ തമ്പി ആ കാര്യം പറയുന്നത് അല്പം അത് ചേർന്നതാണെന്ന് ഞങ്ങളെപ്പോലുള്ളവർക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിനെ പിന്താങ്ങുന്ന ഈ വരേണ്യവർഗ മനോഭാവത്തിന് കുഴലൂത്ത് നടത്തുന്ന രാഷ്ട്രീയക്കാരുണ്ട്. അത് ശരിയാണെന്ന് കോട്ടയത്തിന് അടുത്ത് താമസിക്കുന്ന പാമ്പാടിക്കാരനായ വാസവൻ പോലും അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച ഒട്ടേറെ മന്ത്രിമാരും സാമൂഹ്യ പ്രവർത്തകരുമുണ്ട്. അപ്പോ ഇത് കേരളീയ മനസ്സിൽ ഒരു വലിയ വിടവുണ്ടാക്കിയാണ് അവർണരും സവർണരും എന്ന വിടവ്. അവർണർ എന്ന് പറയുന്നത് കേവലം മറ്റുള്ളവരുടെ അടിമകളായിരുന്നില്ല. അവർണർ കേരളത്തിന്റെ ഭരണാധികാരികളായിരുന്നു. ഈ വരേണ്യവർഗമെന്ന് അവകാശപ്പെടുന്നവർ ഇന്ന് അവർണർ എന്ന് പറയപ്പെടുന്ന ജനതയെ അടിമയാക്കുകയായിരുന്നു. അത് എക്കാലത്തും സംഭവിക്കുന്ന പ്രതിഭാസമാണ്. അല്ലാതെ ഇവരേതോ അന്യഗ്രഹത്തിൽ നിന്നിങ്ങനെ വീണ് ഭൂമിയിൽ നിന്ന് പൊട്ടിമുളച്ചവരൊന്നുമല്ല. ഇവർക്ക് പലർക്കും ഒരുപക്ഷെ മറ്റ് അധസ്ഥിതരേക്കാൾ നിറം കൂടുതലുണ്ടായിരിക്കാം. ആ നിറം കിട്ടിയത് അവരുടെ പ്രത്യേകത കൊണ്ടതല്ല. അവർ പണിയെടുക്കാതെ മറ്റുള്ളവരെ കൊണ്ട് വെയിലത്തും മഴയത്തും പണിയെടുപ്പിച്ച് അവരുടെ ശരീരത്തിന് പോലും കറുപ്പ് നിറമൊക്കെ ഉണ്ടായി ഇവർ സുഖിച്ച് ജീവിക്കുന്നവരായിരുന്നു. മണ്ണിനോട് സ്നേഹമില്ലാത്ത ജനത. അതേസമയം മണ്ണിനെ സ്നേഹിക്കുന്ന മണ്ണിന്റെ മക്കൾ ഇവിടെയുണ്ട്. അവരെപ്പോഴും അധ്വാനിച്ച് അവരുടെ രക്തം വിയർപ്പാക്കി അതിൽ നിന്ന് ആ മൂലധനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സൗഭാഗ്യങ്ങൾ കൊണ്ട്, സമ്പത്ത് കൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ധാർഷ്ട്യമുള്ളവരായി അഹങ്കാരികളായി വിലസുന്നത്. ഇത് മാത്രമല്ല, ഈ സ്ത്രീകളെ കൂടെ അദ്ദേഹം അപമാനിച്ചിരിക്കുകയാണ്. പോരാ, ചാലക്കമ്പോളത്തിലെ തൊഴിലാളികൾ സിനിമ കാണാൻ പോകുന്നത് ലൈംഗിക തൃഷ്ണാശമനത്തിനാണെന്ന തരത്തിൽ അദ്ദേഹം ഒരു പ്രസ്താവന കൂടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ദലിതരെ മാത്രമല്ല, സ്ത്രീകളെ മാത്രമല്ല, തൊഴിലാളി വർഗത്തെ പോലും അദ്ദേഹം അധിക്ഷേപിച്ചിരിക്കുന്നു. തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ജാതിയല്ലല്ലോ. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും തൊഴിലാളികളുണ്ട്. അവരടിസ്ഥാന ജനതയാണ്. അവരെ പോലും അധിക്ഷേപിക്കുവാൻ മടി കാണിക്കാത്ത ഇദ്ദേഹം എത്ര വലിയ ജാതി ഭ്രാന്തനാണ്. ഈ ജാതി ഭ്രാന്തിന് വലിയ ചികിത്സ ആവശ്യമാണ്. അല്ലെങ്കിൽ ഇവരുടെ മരണത്തിൽ പോലും ജാതി വിഷം വമിക്കുമെന്ന് നമുക്ക് കരുതാം. അത്രമാത്രം കാളകൂട വിഷം ഇവരുടെയൊക്കെ മനസ്സിൽ രൂഢമൂലമായിരിക്കുന്നു. ഖേദകരമാണ്. ഞങ്ങൾ തുടർന്നും ഇതുപോലെയുള്ള മനോഭാവത്തെ
ചോദ്യം ചെയ്യും. ആഗമം മീഡിയ നടത്തുന്ന ഇത്തരം സംരംഭങ്ങളെ നിങ്ങൾ ശ്ലാഘിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഇതിനെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.